തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ഇപ്പോൾ എടുത്ത തീരുമാനം മാറ്റണം. നോക്കണ്ട, ദേവൻ്റെ റയൻ്റെ റൂമിൽ സെയിം ചോദ്യോത്തര പരിപാടിയാണ് നടക്കുന്നത്. സോ നമുക്ക് 2 റൂമിൽ മാറി മാറി പോകാം. റീമ പറഞ്ഞത് കേട്ട് റയാനും തിരച്ചു നിർത്തി അവളുടെ നേരെ തിരിഞ്ഞു. പറ്റില്ല, ഞങ്ങൾ വാക്കുകൊടുത്തു പോയി. കയ്യും കണ്ട് റയാനെ കൽപ്പിച്ച് നോക്കുന്ന റീമയൊന്ന് നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വാക്കുകൊടുത്തത്? നന്ദു അവളോട് ചോദിച്ചോ? എൻ്റെ അനിയത്തിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനേ എനിക്ക് അധികാരമില്ലേ? ഒരുപക്ഷെ അച്ഛനേക്കാളും അമ്മയേക്കാളൊക്കെ അതിനുള്ള അധികാരം ഞങ്ങൾക്കാണ്. അച്ഛനമ്മമാരെക്കാളും അവളെ സ്നേഹിച്ചതും കെയർ ചെയ്തതൊക്കെ ഞങ്ങളാണ്. അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തതും ഞങ്ങളാണ്. ഇന്നിവർ അവൾക്ക് വേണ്ടി റൈറ്റ് പൊസിഷൻ മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഓഹോ, അപ്പോൾ ഇതുവരെ ചെയ്തതിൻ്റെ പേരിൽ അഡ്വാൻറ്റേജ് എടുക്കുവാണോ? ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരിക്കാം, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്നും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ലല്ലോ. അതുപോലെ എന്നത്തെയും പോലെ അല്ലല്ലോ ഈ കാര്യം. വിവാഹമാണ്, ജീവിക്കേണ്ടത് നന്ദുവാണ്. അപ്പോൾ അവളുടെ അഭിപ്രായം കൂടി നോക്കണ്ടേ? അതോ ഇനി ഡിസിഷൻ അവളുടെ മേൽ കെട്ടിവെക്കാനാണോ ഉദ്ദേശം? അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവൻ. നന്മയോ? IPS കാരനേക്കാളും മൂല്യം മന്ത്രിപുത്രനാണല്ലോ അല്ലേ? ഇത്രയും നാളും ഞാൻ കരുതിയത് നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെന്നാണ്, സൗഹൃദത്തിന് വില കൽപ്പിക്കുന്ന ഒരാളെന്നാണ്. പക്ഷെ എൻ്റെ വിചാരം തെറ്റായിരുന്നു. നിങ്ങളൊരു ക്യാരക്ടർലെസ് പേഴ്സണാണ്. സ്വന്തം കാര്യം വന്നപ്പോൾ സ്വാർത്ഥനായി. സ്വന്തം അനിയത്തെ മന്ത്രിപുത്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി കൂട്ടുകാരൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് വെക്കുന്നു. ഒരു ഏട്ടനെന്ന നിലയിലും കൂട്ടുകാരനെന്ന നിലയിലും നിങ്ങളൊരു പരാജയമാണ്. ഠപ്പ്! റിൻഷ പറഞ്ഞത് മുഴുവനാക്കും മുന്നേ ദേവൻ്റെ വക അടി വീണ് കഴിഞ്ഞിരുന്നു. മറ്റുള്ളവരുടെ ഫീലിങ്സിന് വില കൽപ്പിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നെനിക്ക് മനസ്സിലായി എൻ്റെ ധാരണകളൊന്നും ശരിയായിരുന്നില്ലെന്ന്. നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചോ? അവളെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം എന്താണെന്നല്ലേ? സ്വന്തം അനിയത്തിയൊന്നുമല്ലല്ലോ അല്ലേ? അതാ പടുകൾ അടുത്തടി. ഇനി ഇതുപോലെ എന്തെങ്കിലും നിൻ്റെ വായിൽ നിന്ന് വീണ വെച്ചേക്കില്ല ഞാൻ. എഗെയിൻ 2 റൂമിൽ നിന്നും കണ്ണു നിറച്ച് കവിളിന് കൈവച്ച് നിൽക്കുന്ന റിൻഷയും റീമയും നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് ദേവനും റയാനും അവരുടെ റൂമിൻ്റെ വാതിൽ വലിച്ചു തുറന്നു പോയി. കാശിപ്പോയെന്ന് സംസാരിച്ച് തീരില്ലെന്ന് തോന്നിയതും ഞാൻ പതിയെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. റൂമിന് പുറത്തുള്ള സെറ്റിലിരിക്കാൻ പോയപ്പോഴാണ് ടപ്പേ ടപ്പേ എന്ന് പടക്കം പൊട്ടുന്ന മാതിരി 2 റൂമിൽ നിന്നും സൗണ്ട് കേട്ടത് ഒരുമിച്ചായിരുന്നു. ദൈവമേ, ഇവരോട് സംസാരിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ തല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ. പാവം ദേവേട്ടനും ബായിയും. അവരോർത്ത് വിഷമിച്ചിരിക്കുവാണ് പെട്ടെന്ന് ദേവേട്ടനും ബായി വാതിൽ വലിച്ചു തുറന്ന് കൽപ്പിൽ പുറത്തേക്ക് വന്നത്. അവരെ കണ്ട് ഞാൻ ഞെട്ടി എണീറ്റ് അടുത്തേക്ക് ചെല്ലാൻ നിന്നെങ്കിലും 2 എന്നെ ഒരുമാതിരി നോക്കി ദഹിപ്പിച്ച് മുന്നോട്ട് വെച്ച കാൽ ഞാൻ പതിയെടുത്ത് പിറകിലേക്ക് തന്നെ വെച്ചു. അത് കണ്ട് 2 ചവിട്ടിത്തുള്ളി സ്റ്റെയർ ഇറങ്ങിപ്പോയി. അല്ല, ഭാര്യമാർ തല്ലിയതിന് എന്നോടാണോ ദേഷ്യം കാണിക്കുന്നത്? ഇത് നിലകൂത്ത് എന്നൊക്കെ ആത്മതിച്ച് ഞാൻ തിരിഞ്ഞതും റീമ വലത് കവിളിലും റിൻഷ ഇടത് കവിളിലും കൈവച്ച് മന്ദം മന്ദം നടന്നു വരുന്നതാണ് കണ്ടത്. 2 പോയി സെറ്റിയുടെ 2 മൂലക്കായി ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ നോക്കിയിരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയാനും ഞാനും പോയി 2ൻ്റെ നടുക്ക് 2 കൈയും കവിൾ വെച്ചിരുന്നു. എന്താ സംഭവം? 2നെ തോണ്ടി ഞാൻ ചോദിച്ചതും അവർ എന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നെയും പഴയ പോലെ ഇരുന്നു. ഇവരുടെ ഇരിപ്പും കുറച്ച് മുന്നേ പോയ 2ൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഭഗവാനെ, അപ്പോൾ ഇതുങ്ങൾക്കാണോ തല്ലുകൊണ്ട്? എടികളെ, നേരത്തെ കേട്ടാ പടക്കം പൊട്ടുന്ന സൗണ്ട് ഞങ്ങളുടെ കരണം പൊട്ടിയതാ. ഓ മൈ ഗോഡ്! മൂക്ക് വലിച്ചോട് നടന്നത് മുഴുവൻ 2 പറഞ്ഞു. വെറുതെ അല്ല 2 എന്നെ നോക്കി ദഹിപ്പിച്ചത്. അല്ല, നിനക്ക് കിട്ടിയില്ലേ? അതിനെനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. കറക്റ്റ് ടൈമിൽ ഏതോ ഒരു മാലാക്ക കാശിക്ക് കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു തീർന്നതും കാശി കാണും ഓഫ് ചെയ്ത് പോക്കറ്റിലിടുന്നുണ്ട് റൂമിന് പുറത്തേക്ക് വന്നതും ഒരുമിച്ച്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? നേരെ എൻ്റെ അടുത്ത് വന്ന് കാശി ചോദിച്ചതും ഞാനൊന്ന് കിടുങ്ങി. എന്ത്? നീയല്ലേ കുറച്ച് മുന്നേ വന്ന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറ റിച്ചു. റീമ എന്നെ പിച്ചിട്ട് പറയാണ്. അത് പിന്നെ സാറ്റർഡേ എൻഗേജ്മെൻ്റ് അല്ലേ? അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ എപ്പാ? അതാണ് ചോദിക്കാൻ വന്നത്. പെട്ടെന്ന് വായി വന്ന കാര്യം അങ്ങ് തട്ടിവിട്ടതും എൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 പല്ല് കടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ നാളെ നോക്കാം, നിങ്ങൾ കിടന്നോ, ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനുണ്ട്. സോ ഞങ്ങളെ വെയിറ്റ് ചെയ്യണ്ട. അതും പറഞ്ഞ് അങ്ങേര് പോയി. എടി ദുഷ്ടേ, വഞ്ചകി, ചതിയെത്തി. നിൻ്റെ വാക്കും കേട്ട് വെറുതെ ഇരുന്ന മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച് ഞങ്ങൾ പാരായി കുരിപ്പേ. ഷോപ്പിംഗ് പോലും ഒരൊറ്റ ചവിട്ടാൻ തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് നിരത്തിട്ട് 2 എൻ്റെ പുറത്ത് അബല കൊട്ടി. അവസാനം 2നും അടുത്തിട്ടോ എന്തോ ഒരു ചവിട്ടും കൂടെ തന്നിട്ട് അവർ ക്ഷീണിച്ചിരുന്നു. ഞാനാണെങ്കിൽ ഒരു മന്ദപ്പിൽ മുകളിലോട്ട് നോക്കി കിടക്കുമാണ് 2 കാലുകൾ ഞങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത്. ഇതാരുവാ എന്ന് കരുതി ഞാൻ തലപൊക്കി നോക്കിയതും പല്ലി ചിലക്കുന്ന മാതിരി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കുന്ന നിഹ, സോറി കൊഹ. എന്തു പറ്റി നിങ്ങൾക്ക്? കവളിൽ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ടല്ലോ.
കെട്ടിയോൻസിൻ്റെ ഗിഫ്റ്റാണോ? ഇളിച്ചോണൽ അവൾ ചോദിച്ചതും ഞങ്ങൾ വേ നിലത്തു നിന്ന് എണീറ്റു. അതെ, പുതിയ ഡിസൈനാണ്. എന്തേ, നിനക്കും വേണോ? ഓപ്പോസിറ്റ്. അന്നിങ്ങനെ ചൂടാവുന്നതെന്തിനാ? ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇപ്പം ഇതാണ് അവസ്ഥയെങ്കിലേ ഇനി അങ്ങോട്ട് എന്താകും സ്ഥിതി? ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഇതുപോലെ എന്തൊക്കെ വരാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നോക്കി അവൾ പുച്ഛിച്ചുകൊണ്ട് പോയി. ഇവളെന്ന് ഞാൻ എന്നും പറഞ്ഞ് റിച്ച് അവളുടെ പിറകെ പോകാൻ നിന്നെങ്കിലും ഞാനും റീമയും കൂടി അവളെ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് വാതിലടച്ചു. അടുത്ത മോർണിംഗിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ഇൻഷാ അല്ലാ, ഇറ്റ് മീൻസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.